സ്ഥാനാർത്ഥിത്വം ചൊല്ലി പരസ്പരം പോരടിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും PV അൻവറും. ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചെന്നും കോണിച്ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ ആയിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ ജില്ലയിലെ മുഴുവൻ സീറ്റിലും ജയിക്കാമായിരുന്നുവെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. അടുത്ത ലക്ഷ്യം 13 out of 13 ആണെന്ന് അതിപ്പോൾ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇസ്മായിൽ സാഹിബ് റസാഖ് മാഷും കടന്നു വരുന്നത്. അവരോട് പറഞ്ഞു 13-ൽ 13. അപ്പോൾ ഒറ്റ വ്യത്യാസമുള്ളൂ, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇവർ മലയാളത്തിൽ പറഞ്ഞു. ചർച്ച ചെയ്താണ്. ആ പ്രവർത്തനവുമായി ശക്തമായി മുന്നോട്ട് പോയി. സാറ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, വലിയതാരും വാർത്തയൊന്നാക്കരുത്. സ്ഥാനാർത്ഥി നിർണയം പഠിച്ചില്ലായിരുന്നെങ്കിൽ 13-ൽ 13 നമ്മൾ ജയിച്ചേൻ എന്നുള്ള സത്യം ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ ഒരാൾ മത്സരിച്ചിരുന്നെങ്കിൽ ഈ ജില്ലയിലെ വിജയം 100-ൽ 100% സത്യം ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം നമ്മൾ ജയിച്ചു. പിന്നാലെ പ്രവീൺ കുമാറിനെതിരെ ആഞ്ഞടിച്ച് PV അൻവർ രംഗത്തെത്തി. പിന്നിൽ നിന്ന് കുത്തിയത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് വേദനയോടെ പിൻവാങ്ങിയത്. VD സതീശൻ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തപ്പോൾ ചിലരുടെ ഉറക്കം നഷ്ടപ്പെട്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ തുറന്നടിച്ചു. PS രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇതിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊക്കെ കുറച്ചായി, പക്ഷേ ഈ ഒരു കാരണം സംബന്ധിച്ച് ഇങ്ങനെ പൊതുവേദിയിൽ തന്നെ പ്രസംഗങ്ങൾ വരികയാണ്. ചിഹ്നമാണ് കാരണമെന്ന് പറയുന്നു. അതിന് PV അൻവറിന്റെ മറുപടിയുമുണ്ട്. എന്താണ് ബേപ്പൂരിൽ സംഭവിക്കുന്നത്? റോഷ്നി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ UDF-ൽ നഷ്ടപ്പെട്ട ഏക സീറ്റ് ബേപ്പൂരായിരുന്നു. അതിന്റെ കാരണമായി PV അൻവർ UDF-നെ അറിയിച്ചത് പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ ചിലർ ചതിച്ചു എന്നുള്ളതാണ്. അതൊരു പരാതിയായി തന്നെ PV അൻവർ നേരത്തെ രഹസ്യമായി പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അക്കാര്യം തുറന്ന് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആരും പിന്നിൽ നിന്ന് കുത്തിയതായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. പക്ഷെ നമ്മൾ ആ വിവരം വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നു, ബേപ്പൂരിൽ പാർട്ടിക്ക് UDF-ന് ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ്. കോണി ചിഹ്നത്തിലോ അല്ലെങ്കിൽ UDF-ന്റെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലോ മത്സരിച്ചിരുന്നെങ്കിൽ ബേപ്പൂരും ജയിക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം പാളി എന്നുള്ളതാണ് DCC പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ആ പ്രസംഗം പുറത്തു വന്ന് മിനിറ്റുകൾക്കകം തന്നെ PV അൻവർ തന്റെ നേരത്തെ പരാതി അത് പരസ്യമായി തന്നെ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ തനിക്ക് വേദനിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. പാളയത്തിൽ പടയും പാളയത്തിലെ ചതിയും കൂടെ നിന്ന് ചതിക്കുന്നവരും ആരൊക്കെയാണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അത് മനസ്സിലാക്കിയാണ് വേദനയോടെ പിൻവാങ്ങിയത് എന്ന് PV അൻവർ പറയുന്നു. ഒപ്പം എന്തുകൊണ്ടാണ് താൻ പരാജയപ്പെട്ടത് എന്നതിന്റെ കാരണം കൂടി അദ്ദേഹം പറയുന്നു. VD സതീശൻ ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയ ഘട്ടത്തിൽ അദ്ദേഹം PV അൻവറിന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു. ബേപ്പൂരിൽ നിന്ന് PV അൻവർ ജയിച്ചു കയറിയാൽ അദ്ദേഹം മന്ത്രിയാകും എന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. ഈ ഓഫർ കേട്ട് ഭയന്ന് ജില്ലയിൽ നിന്ന് മന്ത്രിയാകാൻ ആഗ്രഹിച്ച, അത് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവരാണ്, ജില്ലയിൽ നിന്ന് മന്ത്രിയാവാൻ ആഗ്രഹിച്ച പലരും തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് PV അൻവറിന്റെ ആരോപണം. എന്ന് പറഞ്ഞാൽ PV അൻവറിനെ പരാജയപ്പെടുത്തിയ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. പ്രവീൺ കുമാറിന് മറുപടിയായിട്ടാണെങ്കിലും ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.